ഈ NEP എന്താണ് കുഴപ്പം ഒന്നൊന്ന് പറഞ്ഞേ. NEP എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തു. ഞാൻ ചർച്ച ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു, പിന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു. ഞാൻ 2 പ്രാവശ്യം ചർച്ച ചെയ്തു. ചില മാറ്റങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ളതിൽ അവർ തയ്യാറായി വന്നിട്ടില്ല. തയ്യാറായി വരാത്ത അവസരത്തിൽ പിന്നെ നമുക്ക് കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാശ് നഷ്ടപ്പെടാതിരിക്കുകയും LDFന്റെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. പിന്നെ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം തുടർന്ന് വന്ന ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. അപ്പോൾ കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, PM ശ്രീ പദ്ധതി യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒന്നും നടന്നില്ല, ഒറ്റ കാര്യം ചെയ്തിട്ടില്ല. ഇനിയും നമുക്ക് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്താ അവരുടെ സമീപനം നോക്കട്ടെ.